നബി തങ്ങൾ പറയാ, ഒരു മയ്യിത്തിനെ നിങ്ങൾ മറവ് ചെയ്താൽ ഫൽയഖും അഹദുക്കും ഇൻദ റഅസിഹി, ഒരാൾ തലയുടെ അരികത്ത് നിൽക്കണം. ഫൽയഖുൽ, എന്നിട്ട് പറയണം, യാ ഫുലാൻ ഇബ്ന ഫുലാൻ, ഇന്നാലിന്റെ മകനായവനെ. പാപ്പാന്റെ പേര് പറയാ, ഇയാളുടെ പേരും പറയാ. ഇന്നാലിന്ന, ഇപ്പൊ അബ്ദുള്ളന്റെ മകൻ മുഹമ്മദ് ആണ്, യാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ. നിങ്ങൾ പറയുന്നു, ഫഇന്നഹു യസ്മഉ വലാ യുജീബ്, നിങ്ങൾ വിളിക്കുമ്പോൾ അവർ കേൾക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. തുമ്മൽ യഖുൽ, എന്നിട്ട് പറയണം, യാ ഫുലാൻ ഇബ്ന ഫുലാന, ഇന്നാലിന്നവളുടെ, ഉമ്മാന്റെ പേര് പറയാം, ഉമ്മാന്റെ മകനെ, ഇന്നാലിന്നവളുടെ മകനെ. നിങ്ങൾ പറയുന്നു, അവനെ ഇപ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ പിടിച്ചിരുത്തും. പിന്നെ പറയണം ഒന്നുകൂടെ, യാ ഫുലാന ഇബ്ന ഫുലാന, ഉമ്മാന്റെ പേര് പറഞ്ഞിട്ട് ഇന്നാലിന്നവളുടെ മകനെ. അപ്പോ മയ്യിത്ത് പറയും, അർഷിദിനാ റഹിമകല്ലാഹ്, എന്താണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്, എനിക്ക് പറഞ്ഞു തരൂ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് മയ്യിത്ത് പറയുന്നുണ്ട്. വലാകിന്നകും ലാ തസ്മഊൻ, നിങ്ങൾക്കത് കേൾക്കുക സാധ്യമല്ല. എന്നിട്ട് പറയണം, യാ അബ്ദല്ലാഹ് ഉദ്കുർ മാ ഖറജ്ത അലൈഹി മിനദ് ദുനിയാ അന്നക തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിനെ അംഗീകരിച്ചിട്ടും പ്രവാചകനെ അംഗീകരിച്ചും ജീവിച്ചു പോയ ആളല്ലേ നീ. വ അന്നക റദീത ബില്ലാഹി റബ്ബൻ വ ബിൽ ഇസ്ലാമി ദീനൻ വ ബി മുഹമ്മദിൻ നബിയ്യാ, അല്ലാഹുവിന്റെ റസൂലിനെ നബിയായും ഇസ്ലാം മതമായും അംഗീകരിച്ചവനല്ലേ, ഖുർആനിന്റെ മാർഗ്ഗദർശിയായി നീ അംഗീകരിച്ചവനല്ലേ, വ ബിൽ ഖുർആനി ഇമാമാ. അങ്ങനെ പറയുമ്പോൾ മുൻകർ നകീർ മലക്കുകൾ പറയും, ഉത്തരം നൽകപ്പെട്ട ഒരു മനുഷ്യനോട് നമ്മളിനി എന്ത് ചോദിക്കാനാണ്? ഇത് പറഞ്ഞിട്ടാണ് പറയേണ്ടത്, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കും, അല്ലാഹു റബ്ബി. അത് കേൾക്കൂല എന്നാണോ നിങ്ങൾ പറയണത്? ഞാൻ സംശയം കൊണ്ട് ചോദിക്കുകയാണ്. തെൽക്കീൻ ചൊല്ലിക്കൊടുത്താൽ മയ്യത്ത് കേൾക്കില്ല എന്നാണോ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയാ, ഒരു മയ്യത്തിന് തൊട്ടരികത്ത് വരുന്ന ആളുകളുടെ ചെരുപ്പിന്റെ വാറ് കേൾക്കാൻ കഴിയുന്നു. ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം മയ്യത്തുകൾക്ക് കേൾക്കാൻ കഴിയും. നമ്മൾ ഈ പറയുന്ന ഈ ശബ്ദം മയ്യത്തുകൾ കേൾക്കാൻ കഴിയും. പിന്നെ ഈ തൽക്കീന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല എന്നാണോ പറയുന്നത്? നബി തങ്ങൾ പറയാ, സലാം പറഞ്ഞാൽ ആര് ബന്ധുക്കൾ സലാം പറഞ്ഞാൽ, എന്റെ ബന്ധു സലാം പറഞ്ഞു എന്ന് ബന്ധുവിന്റെ പേര് ആൾ ആരാണെന്ന് മയ്യത്തിനറിയാം എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുകൾ തെളിവാണതിന്. ഈ വിഷയം നമ്മൾ കുമ്പോൾ തങ്ങളുടെ പരിപാടി കഴിഞ്ഞ മാസം ഞാൻ ഒരു ഫുൾ വിഷയം അത് തന്നെയായിരുന്നു. വേണമെങ്കിൽ ആ വിഷയം രണ്ടാമത് കേട്ടു നോക്കിയാൽ മതി. ഇബ്നുൽ ഖയ്യിം തങ്ങളും ഇമാം നവവി തങ്ങളും റിയാഉൽ മഖ്ദസിയും ഇവരൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഈ ഹദീസിന്റെ ദുഅഫ് ഇങ്ങനെയാണെങ്കിൽ തന്നെയും അതിന് ശവാഹിദുകളുണ്ട്, അതിന്റെ ആശയത്തെ ബലപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ട്. മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അംറു ബിൻ ആസ് എന്നവര് വഫാത്താകാൻ കിടക്കുമ്പോ അംറു ബിൻ ആസ് എന്നവരുടെ ഒരു സംഭവമുണ്ട്. മകൻ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനോട്, മോനെ, ഉപ്പയുടെ കഥ പറയുന്നുണ്ട്, മോനെ, എന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കഴിഞ്ഞു പോയി മോനെ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും വെറുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ നരകത്തിലേക്കാ. പിന്നെ ഹബീബായ നബി തങ്ങളെ ഞാൻ വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഒരു കാലം, ഹബീബിന്റെ മുഖത്തേക്ക് കണ്ണ് നിറച്ച് നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു. അങ്ങനെ ഒരു കാലം എനിക്ക് കഴിഞ്ഞു പോയി മോനെ. എന്നിട്ട് പറഞ്ഞു, മോനെ, ഞാൻ മരിച്ചാൽ എന്റെ ഖബറിന്റെ അരികത്ത് ഒരു ഒട്ടകത്തെ അറുത്തതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം നിങ്ങളാരും പോകാതെ എന്റെ അരികത്ത് നിൽക്കണേ. അസ്തഇനിസു ബിക്കും, നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് ആശ്വാസമുണ്ടാകും. യാ അല്ലാഹ്, ഹത്താ അസ്തഇനിസ ബിക്കും, നിങ്ങൾ എന്റെ അരികത്ത് ആരും പെട്ടെന്ന് പോവരുത്. എന്നെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചു നേരം അവിടെ നിൽക്കണേ. അവിടെ നിൽക്കുമ്പോ എന്താ സ്വഹാബികൾ ചെയ്യുക? കഥ പറയും, നമ്മളെ പോലെ രാഷ്ട്രീയം പറയും. സ്വഹാബിമാർ എന്ത് ചെയ്യും? ഒന്നുകിൽ ദിക്ർ ചൊല്ലും, അല്ലെങ്കിൽ ഖുർആൻ ഓതും, അല്ലെങ്കിൽ നന്മ ചെയ്യും, നല്ലത് പറയും. ഹത്താ അസ്തഇനിസ ബിക്കും, നിങ്ങൾ എന്റെ അടുത്ത് നിൽക്കണേ, എന്നെ ഒറ്റക്കാക്കി പോകരുതേ. നിങ്ങൾ അവിടെ നിൽക്കുന്നത് എനിക്ക് ആശ്വാസമാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ തൽഖീൻ ചെയ്യുമ്പോൾ അവിടെ നിൽക്കണില്ലേ? ആ നിൽക്കുന്നത് മയ്യിത്തിന് ആശ്വാസമല്ലേ? അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ലഹു ഹുക്മുർ റഫ്ഇ എന്ന് പറയും. ഇത് ഹബീബായ നബിയിൽ നിന്ന് കേൾക്കാതെ ഒരു സ്വഹാബിയും അദൃശ്യ ലോകത്തെ കുറിച്ച് പറയില്ല. ഇത് റഫ്ഇന്റെ ഹുക്മുള്ള ഹദീസാണെന്ന് പറയും. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റേത് സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണിത്. അംറു ബിൻ ആസ് എന്നവരുടെ അഥർ, മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് തൽഖീനിന്റെ സംഭവത്തിന് ഉപോത്ബലകമായ ഷാഹിദാണ് എന്ന് തെളിവ് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാം,
ഇമാം അശ്ശൻഖീതി മുഹമ്മദ് അൽ അമീൻ അശ്ശൻഖീതി ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഖുർആൻ വ്യാഖ്യാതാവാണ്. ബിദ്അത്തിന്റെ ഒരൽപ്പം ചുവകളുള്ള പരാമർശങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ തഫ്സീർ ഗ്രന്ഥങ്ങൾ മുബ്തദിഅകളായ ആളുകളൊക്കെ അംഗീകരിക്കുന്നതാണ്. ഇമാം അശ്ശൻഖീതി എന്നവർ പ്രഗത്ഭനായ പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളിൽ ചില പ്രശ്നങ്ങൾ അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, മുഹമ്മദ് അമീൻ അശ്ശൻഖീതി അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട് അദ്വാഉൽ ബയാൻ ഫി ഇളാഹിൽ ഖുർആൻ ബിൽ ഖുർആൻ, 4ാമത്തെ വോള്യം 437ാമത്തെ പേജ്. هذا الأثر عن عمرو بن العاص له حكم الرفع إلى نبينا. عمرو بن العاص എന്നവരെ ഈ പറയുന്ന സംഭവം അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടതായിരിക്കണം. ഇത് ഹബീബിൽ നിന്ന് ഡയറക്റ്റ് കേട്ടതുപോലെ ആണ് ഈ വിഷയം മനസ്സിലാക്കേണ്ടത് എന്ന് ഇമാം ശൻഖീതി തങ്ങൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പുത്തനാശയക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ആള്. രണ്ടാമത്തേത് ഇമാം അബൂ ദാവൂദ് എന്നവരെ അവരുടെ സുനനിൽ, ഇമാം ഹാക്കിം എന്നവർ അവരുടെ മുസ്തദ്റക്കിൽ, ഇമാം ബൈഹഖി അവരുടെ സുനനിൽ, ഇമാം ബസ്സാർ എന്നവരെ ഇവരൊക്കെ സ്വഹീഹാണെന്ന് പറഞ്ഞ സംഭവം ഇമാം നബവി റളിയല്ലാഹു അൻഹു മജ്മൂഇൽ ഇസ്നാദുഹു ജയ്യിദുൻ എന്ന് പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ റിവായത്ത്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത്ത്, ഒരു മയ്യിത്തിനെ മറവ് ചെയ്താൽ വഖഫ അലാ ശഫീരിൽ ഖബർ, ഖബറിന്റെ അരികത്ത് നിൽക്കും. വഖാൽ, എന്നിട്ട് തങ്ങൾ പറയും ഇസ്തഗ്ഫിറൂ അഖീകും, നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ. വസലുല്ലാഹു ലഹു തസ്ബീത്, അവർക്ക് വേണ്ടി തസ്ബീതിനെ ചോദിക്കണേ. ഫഇന്നഹുൽ ആന യുസ്അലു, ഇപ്പോൾ അല്ലാഹുവിന്റെ മലക്കുകളാൽ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ അയാൾക്ക് തസ്ബീതിനെ ചോദിക്കണേ. ഒരു മനുഷ്യൻ ചെയ്തതല്ലാതെ വേറൊന്നും ഒരാൾക്ക് കിട്ടൂല എന്ന് പറയുന്ന ആളുകൾ ഈ ഹദീസിനെ കുറിച്ച് എന്ത് പറയും? തസ്ബീത്ത് പറഞ്ഞാൽ കിട്ടൂലേ? അതിനർത്ഥം എന്താണ്? മുസ്ലിം ഈമാനിന്റെ വലയത്തിലുള്ള ആളുകളെ സംബന്ധിച്ചല്ല പറയും. ഈമാനിന്റെ വലയത്തിലുള്ള ആളുകൾക്ക് മുഅ്മിനീങ്ങൾ ചെയ്യുന്ന നന്മകൾ ലഭിക്കും. ഏത് സൽക്കർമ്മങ്ങളാണെങ്കിലും, ഏത് സൽക്കർമ്മവും മരിച്ച മയ്യിത്തുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാഹു ഖബൂലാക്കും. ഇത് തന്നെയാണ് ലോക മുസ്ലിമീങ്ങളിൽ പ്രാമാണികരായ പണ്ഡിതരിലെ ജംഹൂറുൽ ഉലമ, ബഹുഭൂരിപക്ഷം വരുന്ന ആലിമീങ്ങളുടെ അഭിപ്രായം. മറുത്തഭിപ്രായം ഉള്ള ആളുകളുണ്ട്, പക്ഷെ ജംഹൂറിന്റെ അഭിപ്രായം ഉപകാരം ലഭിക്കും എന്ന് തന്നെയാണ്. ഇബ്നു തൈമിയ്യ മജ്മുഉൽ ഫതാവയിൽ 24ാമത്തെ വോള്യം 299ാമത്തെ പേജ്. നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ തൽഖീം പാടില്ല എന്ന് പറയുന്നവരെ, നമ്മുടെ നാടുകളിലെ ബിദ്അഈ ആശയത്തിൽപ്പെട്ടവരുടെ ആപ്പമാരോ ഉമ്മാരോ മരിച്ചാൽ അല്ലാഹുമ്മ സബ്ബിത്ഹു എന്ന് മാത്രം ചൊല്ലിയിട്ട് തൽഖീൻ ഏതെങ്കിലും ഒരു ഉസ്താദ് ഇരുന്നാൽ തന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും. ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, ബിദ്അത്താന്ന് പറയും. ആ പറയുന്ന ആളുകൾ തലയിൽ കൊണ്ടുവച്ച് നടക്കുന്ന പണ്ഡിതനാണ് ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഒന്നെടുത്തു നോക്ക്. നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ ബിദ്അത്ത് എന്ന് പറഞ്ഞ് നടക്കുമ്പോഴേ ഒന്നെടുത്തു നോക്ക. മജ്മുഉൽ ഫതാവ 24ാമത്തെ വോള്യം 299ാമത്തെ പേജ്. അദ്ദേഹം പറയാണ് വഹാദ തൽഖീൻ ഫഅലഹു അബൂ ഉമാമ മിനസ് സ്വഹാബ. ഈ തൽഖീൻ മോനെ, അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് ചോദിക്കുമ്പോ ഫഖുൽ ബിലിസാനിൻ, നിന്റെ നാവ് കൊണ്ട് നീ വളരെ സ്ഫുടമായിട്ട് പറയണം അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബിയ്യി വൽ ഖുർആനു ഇമാമി വൽ കഅബത്തു ഖിബ്ലതി വൽ മുഅ്മിനൂന ഇഖ്വാനി വൽ മുഅ്മിനാതു അഖവാതി എന്ന് പറയണേ എന്ന് പറയുന്ന തൽഖീൻ ബിദ്അത്താണെന്ന് പറയുന്ന ആളുകൾ ദയവ് ചെയ്ത് നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കണം. അവര് പറയണ അബൂ ഉമാമ എന്ന സ്വഹാബി ഇത് ചെയ്തിട്ടുണ്ട്. വഫഅലഹു വാസിലത്തു ഇബ്നുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു, സ്വഹാബിയാണ്, അവര് ചെയ്തിട്ടുണ്ട്. അജ്മഈൻ വഗൈറുഹുമാ, ഇവരെല്ലാത്തവരും ഇത് ചെയ്തിട്ടുണ്ട്. തൽഖീൻ എങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലാണ്ടായി പോയത്? നമ്മുടെ നാടുകളിൽ കുറഞ്ഞു വരികയാണ്. അപ്പോഴേക്ക് തസ്ബീത്ത് കഴിഞ്ഞ ആൾക്കാർ പോവാ, ഇനിയുള്ളത് ബിദ്അത്താന്ന് പറഞ്ഞിട്ട്. അത് ബിദ്അത്തല്ല മുഅ്മിനെ. സമയമുണ്ടോ? നീ നിന്നേക്ക്, സമയല്ലേ, സബ് ടു യു, നിനക്ക് വേണമെങ്കിൽ പോയിക്കോ, പക്ഷേ അത് ചെയ്യുന്ന തെറ്റാണെന്ന് പറയല്ലേ. മഹാന്മാരായ ഉസ്താദുമാർ പൈസ കിട്ടാൻ വേണ്ടി ചെയ്യാം, അങ്ങനെ ഉണ്ടോ? അതാണോ നിങ്ങൾ പറയേണ്ടത്? ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയം, പ്രാമാണികരായ പണ്ഡിതന്മാര് ചെയ്ത വിഷയം നന്മയെ നന്മയായി കാണണ്ടേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിന്ന് ഒരു കണിക പോലും ഇല്ലായ്മ ചെയ്യാൻ ഒരു മുബ്തദിഇനും സാധിക്കരുത്. ദീനിന്റെ നിയമങ്ങൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതാണ്. തലമുറകൾക്ക് നമ്മൾ കൈമാറി കൊടുക്കേണ്ടതാണ്. അതൊക്കെ ഇല്ലായ്മ ചെയ്ത് കട്ട് ചെയ്ത് ഷവർമ അരിയണ പോലെ അരിഞ്ഞാൽ അവസാനം ദീനുണ്ടാവില്ല. ഇവിടെ നന്മകളെ തിന്മകളാക്കി നിങ്ങൾ തമസ്കരിക്കരുത് എന്ന് മാത്രമാണ് ഇനിയും എനിക്ക് പറയാനുള്ളത്. ഇബ്നു തൈമിയ്യയുടെ കിതാബാണ് ഇഖ്തിദാഉസ് സിറാത്തുൽ മുസ്തഖീം, പേജ് 326. അദ്ദേഹം പറയുന്നു, ഇബ്നു തൈമിയ്യയുടെ കിതാബാണ്, ബിഅന്ന തൽഖീന ജായിസ്,
തൽഖീൻ ജായിസാൻ, പറ്റുന്ന സംഗതിയാണ്, ഒരു വിരോധവുമില്ല. വനുഖില അനിസ് സലഫിൽ ഖിറാം, മുൻഗാമികളായ ആളുകൾ അത് ചെയ്തിട്ടുണ്ട്. വഹാദല്ലദീ അഖ്താറുഹു, എന്റെ അഭിപ്രായവും അത് തന്നെയാണ്. ആര് പറഞ്ഞു? നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യ. ഇതിനെന്തിനാ നിങ്ങൾ ബിദ്അത്താന്ന് പറയുന്നത്? നന്മകൾ തുടരട്ടെ. നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ മരിച്ചുപോയ മുഅ്മിൻ മുഅ്മിനാത്തുകൾ, അവരുടെ ഖബറിലേക്ക് ഉപകാരം കിട്ടട്ടെ. അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. മുഗ്നിയിൽ ഇബ്നു ഖുദാമത്തുൽ മഖ്ദസി ഹംബലി പണ്ഡിതനാണ്. അദ്ദേഹം മഹാനായ ഖാദി അബൂ യഅല, മഹാനായ അബുൽ ഖത്താബ് റഹ്മഹുമുല്ലാ, രണ്ട് പ്രഗൽഭരായ പണ്ഡിതന്മാർ, അവർ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയം പറയുന്നുണ്ട്. അത് തന്നെയാണ് ഷൈഖുൽ ഇസ്ലാം അൽ ഇമാമുൻ നവവി. ഷൈഖുൽ ഇസ്ലാം എന്നുള്ളത് ഇബ്നു തൈമിയ്യക്ക് മാത്രമുള്ള ടൈറ്റിൽ അല്ല. ഷൈഖുൽ ഇസ്ലാമുമാർ ഈ ഉമ്മത്തിൽ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം നവവി തങ്ങൾ അതിൽപ്പെട്ട ആളാണ്. ഷൈഖുൽ ഇസ്ലാം അൽ ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ കിതാബുർ റൂഹിൽ പറയുന്നത്. കിതാബുർ റൂഹ് എടുത്തു നോക്കിയാൽ 13ാമത്തെ പേജ് മഹാനായ ഇബ്നു ഖയ്യിം തങ്ങൾ ഈ വിഷയം പറയുന്നുണ്ട് വളരെ മനോഹരമായി. വയദുല്ലു അലാ ഹാദാ, സുബ്ഹാനല്ലാഹ്, വയദുല്ലു അലാ ഹാദാ, മരിച്ചുപോയ മയ്യിത്തിനെ ജീവിച്ചിരിക്കുന്ന ആളുകൾ സിയാറത്ത് ചെയ്യുമ്പോഴും അവര് വന്ന് സന്ദർശിക്കുമ്പോഴും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എന്നതിന്റെ തെളിവ് മാ ജറാ അലൈഹി അമലുൻ നാസി ഖദീമൻ വ ഇലൽ ആൻ, ഇന്നും മുമ്പ് കാലം മുതൽ ഇന്നേ വരെ തുടർന്നു പോരുന്ന നന്മ. മിൻ തൽഖീനിൽ മയ്യിത്ത് ഫീ ഖബ്രിഹി, ഒരു മയ്യിത്തിനെ ഖബറിലേക്ക് വെച്ചാൽ ആ മയ്യിത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത് ഒരു മയ്യിത്ത് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ്. ആര് പറഞ്ഞു? ഇബ്നു തൈമിയ്യയുടെ അരുമ ശിഷ്യനായ അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. വലൗലാ അന്നഹു യസ്മഉ ദാലിക, ഇത് മയ്യിത്ത് കേൾക്കില്ലായിരുന്നെങ്കിൽ, അതുകൊണ്ട് ഉപകാരം ലഭിക്കില്ലായിരുന്നെങ്കിൽ, കാന അബസൻ, ഇത് ഒരു വെറും പണിയായിരുന്നു. ഇമാം അഹ്മദ് എന്നവരോട് ചോദിച്ചു, തൽഖീൻ ചൊല്ലാൻ പാടുള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ ഫസ്തഹ്സനഹു, അദ്ദേഹം അത് നല്ലതാണെന്ന് പറഞ്ഞു. വഹ്തജ്ജഹു അഹ്തജ്ജ അലൈഹി ബിൽ അമലി, മുസ്ലിമീങ്ങളായ ആളുകൾ അതുകൊണ്ട് അമല് ചെയ്യുന്നുണ്ട് എന്ന് തെളിവ് പറയുകയും ചെയ്തു. ഹദീസ് ദഈഫാണെങ്കിൽ തന്നെയും മറ്റു തെളിവുകൾ ലഭിച്ചതിന്റെ പേരിലാണ് പ്രാമാണികരായ പണ്ഡിതന്മാർ ഇത് ന്യായമായും ചെയ്യേണ്ടതാണ്, ജായിസാണ്, മുസ്ലിമീങ്ങൾ ചെയ്യാറുള്ളതാണ്, ഒരു വിരോധവുമില്ല എന്ന് പറയുന്നത്. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു മജ്മൂഇലും കിതാബുർ റൗദയിലും അദ്കാറിലും ഇമാം നവവി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇമാം നവവി തങ്ങളെ വെല്ലാൻ പോകുന്ന പണ്ഡിതന്മാരുണ്ടോ? ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനല്ലയോ നമ്മുടെ ഇമാമുൻ നവവി? മഹാനവറുകൾ പറയുന്നു, ഹാദ തൽഖീനു ഇസ്തഹബ്ബഹു ജമാഅത്തുൻ കസീറൂന മിൻ അസ്ഹാബിനാ, ശാഫിഈ മദ്ഹബിന്റെ അസ്ഹാബികളിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അത് സുന്നത്താണ്, പുണ്യമാണ്, നല്ലതാണെന്ന് പറഞ്ഞതാണ്. മഹാനായ ഇബ്നു സ്വലാഹ് അവര് പറഞ്ഞിട്ടുണ്ട്, ഹുവൽ മുഖ്താർ, ഇതാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം. മറുത്തഭിപ്രായപ്പെട്ടവരുണ്ടെങ്കിൽ തന്നെയും വഹുവല്ലദീ യുഅമലു ബിഹി, മയ്യിത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, റവൈനാ ഫീഹി ഹദീസൻ, ഒരു ഹദീസ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലൈസ ഇസ്നാദുഹു ബിൽ ഖായിം, ആ ഇസ്നാദിൽ സനദിൽ പ്രശ്നങ്ങളുണ്ട്, അത് ദഈഫാണെങ്കിൽ തന്നെയും. ലാകിൻ യഅതദ ബിശവാഹിദ വബിഅമലി അഹ്ലി ശാമി ഖദീമാ, അതിന് സാഹചര്യ തെളിവുകൾ, മറ്റു തെളിവുകളുണ്ട്. ഷാമുകാരായ പണ്ഡിതന്മാരും നാട്ടുകാരും മുഴുവനും അതനുസരിച്ച് അമല് ചെയ്യുന്നു എന്ന് ആര് പറഞ്ഞു? ഇമാമുനാ നവവി റളിയല്ലാഹു തആല സല്ലല്ലാഹു അലൈഹി തസ്ബീത്, അല്ലാഹുവിനോട് തസ്ബീത്തിനെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ ഹദീസ് അടക്കമുള്ള വിഷയങ്ങളെ ഇതിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. യസ്മഉ ഖശ്ഖശ്ഫ നിആലിഹിം ഖഫ്ഖ നിആലിഹിം, മുഅ്മിനീങ്ങളായ ആളുകളെ, മയ്യിത്ത് മുഅ്മിനീങ്ങളായ ആളുകൾ മരിച്ചു കിടക്കുന്നവരെ സന്ദർശിക്കാനും അവരോട് സലാം പറയാനും വരുമ്പോൾ അവരുടെ കാലിന്റെ ചെരുപ്പിന്റെ വാറ് കേൾക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസ് വെച്ച് മനസ്സിലാക്കിയാൽ തൽഖീൻ പറയുന്നത് അവർ കേൾക്കില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഈ തെളിവുകളെല്ലാം വെക്കുന്നത് പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ്. ഒരു ഹദീസിന്റെ ദുഅഫുണ്ടായതിന്റെ പേരിൽ മാത്രം ഇത് ബിദ്അത്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അവസാനമായി പറയട്ടെ, നമ്മൾ മഹാന്മാരുടെ പേരിൽ അറിവ് ചെയ്യുന്നുണ്ട്. ഇവിടെ മഹാന്മാരുടെ പേരിൽ അന്നദാനം ചെയ്യും, മഹാന്മാരുടെ പേരിൽ മാംസ വിതരണം ചെയ്യും. മഹാന്മാരുടെ ഉറൂസുകളോ അനുസ്മരണങ്ങളോ നടക്കുമ്പോ, അല്ലെങ്കിൽ ബദ്രീങ്ങളുടെ പേരിൽ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ
മഹാനായ റിഫായി ശൈഖിന്റെ പേരിൽ, മഹത്തുക്കളായ ആളുകളുടെ പേരിൽ നമ്മൾ എന്തെങ്കിലും മാംസം ദാനം ചെയ്യുമ്പോഴേക്കും ഇത് ശിർക്കിന്റെ മാംസമാണ്, ഇത് ഞങ്ങളുടെ വീട്ടിക്ക് വേണ്ട എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കുന്ന ആളുകളെ, അങ്ങനെ കളിയാക്കി പറയുന്നവര്, അള്ളാഹുവിനല്ലാതെ അറുക്കപ്പെട്ടത് പാടില്ല എന്ന് പറയുന്നവർ, അവരറിയണേ ഇത് അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെയാകുന്നത് എങ്ങനെ, അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെയാകുന്നത് എങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി നബി തങ്ങൾ ഉദ്ഹിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി നബി തങ്ങൾ ഉദ്ഹിയ്യത്ത് അറുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ഉദ്ഹിയ്യത്തിനെ സംബന്ധിച്ച് വന്ന ഹദീസുകൾ പരിശോധിക്കുക. ഇമാം ബസ്സാർ എന്നവർ അവരുടെ മുസ്നദിൽ, ഇമാം തബറാനി മുഅ്ജമുൽ കബീരിൽ, ഇമാം മുഹമ്മദ് എന്നവർ മുസ്നദിൽ, ഇമാം ബൈഹഖി എന്നവർ സുനനുൽ കുബ്രയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസിനെ കൊണ്ടുവരുന്ന സ്വഹീഹായ ഹദീസ്, أن النبي صلى الله عليه وسلم ضحى يوم النحر بكبشين أقرنين أملحين موجوعين سمينين. പെരുന്നാൾ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് മനോഹരമായ രണ്ട് ആടുകളെ, കൊമ്പുള്ളവയെ, ശരീരമുള്ള തടിച്ച രണ്ട് ആടുകളെ ഹബീബായ നബി തങ്ങൾ ഉദ്ഹിയ്യത്ത് ചെയ്തു. ഒന്നാമത്തെ ഉദ്ഹിയ്യത്ത് നബി തങ്ങൾ ചെയ്തപ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ മിൻക വ ഇലൈക ഹാദാ അമ്മൻ ഷഹിദ ലക ബിത്തൗഹീദ് വലി ബിൽ ബലാഗ് മിമ്മൻ യുളഹി മിൻ ഉമ്മതി. അല്ലാഹുവേ, ഈ ഉദ്ഹിയ്യത്ത് എൻ്റെ ഉമ്മത്തികളിൽ ഉദ്ഹിയ്യത്ത് അറുക്കാൻ കഴിയാത്തവരുടെ പേരിലാണ്, ഈ ഉമ്മത്തിൽ ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റാത്തവരുടെ പേരിൽ അള്ളാന്റെ റസൂൽ ഉദ്ഹിയ്യത്ത് അറുത്തിട്ടുണ്ട്. അത് കഴിയാത്തവരുടെ പേരിൽ ഞാൻ ചെയ്യുന്നു അല്ലാഹുവേ. അങ്ങനെ രണ്ടാമത്തേതിൽ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ മിൻക വ ഇലൈക ഹാദാ അൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ ഉദ്ഹിയ്യത്താണ്, മുഹമ്മദ് നബിയുടെ അഹ്ലു ബൈത്തിന്റേതുമാണ് എന്ന് പറഞ്ഞ് രണ്ടാമത്തേത് ഉദ്ഹിയ്യത്ത് അറുത്തു. ഇനിയുള്ള വിഷയം അതല്ല നബി ചെയ്തു, ശരി തന്നെ, വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഉദ്ഹിയ്യത്ത് അറുത്തിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഉദ്ഹിയ്യത്ത് എന്ന് പറയും പെരുന്നാളിന്റെ ഉദ്ഹിയ്യത്ത് മാത്രമല്ല, മാംസ വിതരണം ചെയ്യുന്ന പരിപാടി അലി റളിയല്ലാഹു അൻഹു ചെയ്തു, ഉദ്ഹിയ്യത്ത് തന്നെ ചെയ്തു. അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയല്ലേ, നാലാമത്തെ ഖലീഫയല്ലേ. സംഭവം എവിടെയാണുള്ളത് എന്ന ചോദ്യം വരപ്പോഴേക്കും അബൂ ദാവൂദ് എന്നവരുടെ സുനനിൽ, ഇമാം തുർമദി തങ്ങളുടെ സുനനിൽ, ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിൽ, ഇമാം ബൈഹഖിയുടെ സുനനിൽ കുബ്രയിൽ വളരെ സ്വഹീഹായി വന്ന ഹദീസാണിത്. അന്ന അലിയൻ റളിയല്ലാഹു അൻഹു വഅർളാഹു, സ്വഹീഹായ അസർ, അലി തങ്ങൾ ളഹ്ഹാ ബികബ്ശൈനി അഖ്റനൈനി അംലഹൈനി മൗജൂഅൈനി സമീനൈൻ. അല്ലാഹുവിന്റെ റസൂൽ ഉദ്ഹിയ്യത്ത് അറുത്ത അതേ ഗുണങ്ങളുള്ള രണ്ട് ആടുകളെ അലി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് ഉദ്ഹിയ്യത്ത് ചെയ്യുകയാണ്. ഒന്നാമത്തെ ആടിനെ കടത്തിയിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹി അല്ലാഹുമ്മ മിൻക വലക. അല്ലാഹുവേ, ഇത് നിനക്കുള്ളതാണ്, ഇത് നീ തന്നതാണ്, നിനക്കുള്ളതാണ്. ലക മിൻ മുഹമ്മദിൻ അലൈഹിസ്സലാം. അല്ലാഹുവേ, ഇതിന്റെ കൂലി റസൂലുള്ളാഹിക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ പേരിൽ ഉദ്ഹിയ്യത്ത് ചെയ്തു. ആര്? അലി റളിയല്ലാഹു അൻഹു. ഇന്നാളുടെ പേരിൽ ഫാത്തിഹ ഓതുമ്പോഴേക്കും ബിദ്അത്ത് എന്ന് പറയുന്നവർ, ഇന്നാളുടെ പേരിൽ ഒരു മാംസ വിതരണം ചെയ്യുമ്പോൾ അള്ളാന്റെ പേരിലല്ലല്ലോ എന്ന് പറയുന്നവര്, അള്ളാഹുവിന്റെ ദീൻ അംഗീകരിക്കുന്ന മുഅ്മിനായ ഏത് മനുഷ്യന്റെ പേരിലും നന്മ ചെയ്യാൻ പറ്റും. സ്വാലിഹീങ്ങളുടെ പേരിൽ ചെയ്യുമ്പോൾ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വ്യക്തമായി പറയാനാണ് അത് ചെയ്യുന്നത്. അള്ളാഹുവേ, ഇത് റസൂലുള്ളാഹിന്റെ പേരിലാണെന്ന് പറഞ്ഞ് ആദ്യത്തെ മൃഗത്തെ ഉദ്ഹിയ്യത്ത് ചെയ്തിട്ട് ثم تصدق بلحمه, ആടിന്റെ മാംസം മുഴുവൻ മഹാനായ അലി തങ്ങൾ സ്വതക്ക ചെയ്യാൻ പറഞ്ഞു. ثم أضجع الثاني, എന്നിട്ട് രണ്ടാമത്തെ ആടിനെ കടത്തി وذبحه بيده المباركة, അലി തങ്ങളുടെ ബർക്കത്തുള്ള കൈകൊണ്ട് അലി തങ്ങൾ അതിനെ അറുക്കുകയും എന്നിട്ട് പറഞ്ഞു, اللهم منك ولك, അല്ലാഹു ഇത് നിനക്കുള്ളതാണ്, നിന്നിലേക്കാണ്. ലക മിൻ അലിയിൻ, ഇത് അലിയുടെ ഉദ്ഹിയ്യത്താണ് അല്ലാഹുവേ. എന്നിട്ട് ആ മാംസം മുഴുവൻ വിതരണം ചെയ്യാൻ പറഞ്ഞില്ല, അല്പം എനിക്ക് മാംസം ഭക്ഷണമാക്കി തരണം എന്ന് പറയുകയും അല്പം അതിന് ഭക്ഷിക്കുകയും എന്നിട്ട് ബാക്കി സ്വതക്ക ചെയ്യുകയും ചെയ്തു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു.
റസൂലുള്ളാഹിന്റെ പേരിൽ ചെയ്യുന്നത്, മുഹൈദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ, സുഹാബത്തിന്റെ പേരിൽ, ശുഹദാഇന്റെ പേരിൽ, മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പേരിൽ ചെയ്യുമ്പോഴേക്കും ബിദ്അത്ത് എന്ന് പറയില്ലേ, അത് ദീനിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. അതിന് യാതൊരു വിരോധവുമില്ല. റസൂലുള്ളാഹിന്റെ പേരിൽ അറുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം വരാം. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും നമ്മൾ ചെയ്യുമ്പോഴേക്കും അതിന്റെ ഒരു കാർബൺ കോപ്പി അള്ളാഹിന്റെ റസൂലിന് പോകുന്നുണ്ട്. കാരണം നമ്മെ പഠിപ്പിച്ചത് നബിയാണ്. എന്നിട്ട് പോലും അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യാൻ കാരണം ഇൽഹാറൽ ലിഹുബ്ബിഹി ലിറസൂലില്ലാഹ്, അള്ളാഹിന്റെ റസൂലിന് അതിന്റെ പ്രതിഫലം കിട്ടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല, അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് അത് ചെയ്തത്. നബിയോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കാൻ. സ്വാലിഹീങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമല്ലേ? സജ്ജനങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമല്ലേ? നമ്മുടെ സ്വാലിഹീങ്ങൾക്ക് വേണ്ടി ഈ മഹാനായ ഖാദി ഹസൈനാർ തങ്ങളുടെ പേരിൽ ഒരു ബലിമൃഗത്തെ നമ്മൾ അറവ് ചെയ്താൽ, മാംസ വിതരണം ചെയ്യുമ്പോ, അല്ലാഹുവേ ഇതിന്റെ പ്രതിഫലം ആ മഹാന് കൊടുക്കണമേ എന്ന് നമ്മൾ പറഞ്ഞു ചെയ്യുന്നതാണ് നേർച്ചയുടെ മാംസം എന്ന് പറയുന്നതെങ്കിൽ അതിനെപ്പറ്റി ബിദ്അത്ത് എന്ന് പറയരുത്, അത് ഹറാമിന്റെ മാംസമാണെന്ന് പറയരുത്. മഹാനായ മുഹൈദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പ്രഗൽഭനല്ലേ, ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതനല്ലേ, അല്ലാഹുവിന്റെ ആരിഫല്ലേ, റബ്ബിന്റെ വലിയല്ലേ, അല്ലാഹുവേ ഇതിന്റെ പ്രതിഫലം ആ മഹാന് കൊടുക്കണേ എന്ന് പറയുമ്പോ ആ മഹാനോടുള്ള സ്നേഹ പ്രകടനമാണ്. അതോടൊപ്പം നിങ്ങൾ ചെയ്തതിന്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കുന്ന പോലെ ആ മഹാന് ഹദിയ ചെയ്യുമ്പോൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ശഫാഅത്ത് കിട്ടും, അവരുടെ ശുപാർശ കിട്ടും എന്ന പ്രതീക്ഷയിൽ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന അമല് മറ്റേതെങ്കിലും അവിശ്വാസികൾ ചെയ്യുന്ന അമല് പോലെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഇത് ബിംബങ്ങൾ കറുക്കുന്ന പോലെയാണ് എന്ന് പറയരുത്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പണികളെ പറ്റി ഇത് പറയാൻ പാടില്ല. അലി തങ്ങൾ ചെയ്തു വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന ഒരു ചോദ്യം വരാം. അതിന് മറുപടിയാണ് മഹാനായ അല്ലാമ സിറാജ്, അബുൽ അബ്ബാസ് സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാന്റെ പേര് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് സിറാജ് എന്നാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് ഈ മഹാൻ 12,000 തവണ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ മാംസ വിതരണം ചെയ്ത മഹാനാണ്. 12,000 ആടുകൾ ജീവിതകാലം. ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ 12,000 ഖത്തം ഖുർആൻ ഓതിയ മഹാനാണ് മഹാനായ അല്ലാമ സിറാജ് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി.